എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പപ്പായയുടെ ഇല വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും നാളും പപ്പായയുടെ ഇല ഉണ്ടായിട്ടും നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് കുറച്ച് കുഞ്ഞു ടിപ്പ് കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാഷ് ബേസൊക്കെ അല്ലെങ്കിൽ കിച്ചൺ സിങ്കൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. നമ്മൾ ഈ ഒരു കിച്ചൺ സിങ്കിൽ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. ഈ സെയിം നമുക്ക് നമ്മുടെ വാഷ് ബേസിലും ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ഈ ഒരു നാരങ്ങയുടെ തൊണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള തൊണ്ട് മതി. ഇതിലും നമുക്ക് സെയിം ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് നമ്മളിതുപോലെ നൊരച്ച് കൊടുക്കുക. സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഉപ്പ് നാരങ്ങത്തോണ്ട് വെച്ചിട്ട് നല്ല പോലെ തന്നെ എല്ലായിടത്തും ഒന്ന് ഒരതി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യണത് നമ്മുടെ സിങ്ക് വൃത്തിയാകുന്നതിൻ്റെ കൂടെ തന്നെ ബാക്ടീരിയാസൊക്കെ നശിച്ചു പോകാനും അതുവഴി നമ്മുടെ കിച്ചൺ സിങ്കും ഇനി വാഷ് ബേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായി നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ കമ്പിയുടെ സ്ക്രബ്ബറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ഉപ്പും നല്ല പോലെ തന്നെ ഇതൊന്ന് ഉരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കറ പിടിക്കാത്ത, അതുപോലെ തന്നെ നോർമലി നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്ന സിങ്കും കിച്ചൺ സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഉപ്പിട്ട് നമുക്ക് കമ്പിയുടെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് അങ്ങനെയും കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉപ്പ് നല്ല പോലെ തന്നെ ബാക്ടീരിയാസൊക്കെ നശിച്ചു പോകാനൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങയുടെ തൊണ്ടൊക്കെ കളയുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മുടെ പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നല്ല അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് പപ്പായയുടെ ഇലയൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും പപ്പായയുടെ ഇല നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് മുറിച്ച് ഇലകൾ നമ്മളിതേപോലെ ഒന്ന് പിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ കൂടിയിട്ടാണ്. നാരങ്ങ നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ പപ്പായയുടെ ഇല ഈ ഒരു വെള്ളത്തിൽ നമ്മളൊരു 2 ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനൊരു 3 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ, ഒരു നാരങ്ങ തന്നെ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുമായിരിക്കും നല്ലത്. ഇനി നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ എടുക്കുന്നതാവും നല്ലത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. എല്ലാതും നമ്മൾ ഈ ഒരു ഉപ്പും നാരങ്ങയുടെ നീരും പപ്പായയുടെ ഇലയുടെ ആ ഒരു ജ്യൂസൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു കളറ് തന്നെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡാർക്ക് ഗ്രീനൊന്നും കിട്ടില്ല, ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടോട് കൂടിയിട്ട് അരിച്ചെടുക്കുക. നമുക്ക് ഈ ഒരു നല്ല പോലെ തന്നെ ആ ഒരു ചൂടിലാണ് ഇത് വേണ്ടത്. ഇതിൽ നിന്ന് നമ്മളൊരു കുറച്ച് ഈ ഒരു പപ്പായയുടെയും അതുപോലെ തന്നെ ഈ നാരങ്ങ ഒക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമ്മൾ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ നമ്മുടെ കിച്ചൻ്റെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ രാത്രി പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ സിങ്കിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഴുകിയിട്ടുള്ള സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്മെല്ലും പോവും, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അഴുക്കും ഉച്ചിലൊക്കെ ഇതുപോലെ പോവും. ഇതൊഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാപ്പ് ഒന്ന് തുറന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പപ്പായയുടെ വെള്ളത്തിലേക്ക് ഒരു ഉണങ്ങിയ നാരങ്ങയുടെ കേടുവന്നിട്ടുള്ള നാരങ്ങയുടെ പകുതി കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 3 സ്പൂൺ വിനാഗിരി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. നമുക്ക് നാരങ്ങക്കും വിനാഗിരിക്കും ബേക്കിംഗ് സോഡക്കൊക്കെ ഇതിലൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുമ്പോഴായാലും തുണി അലക്കുമ്പോഴായാലും ഒക്കെ നമുക്ക് നല്ല പത വേണം അല്ലേ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല.
എന്നിട്ട് നമുക്ക് എന്തിനാണ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലുള്ള സെറാമിക്കിൻ്റെ കപ്പൊക്കെ ഉണ്ടാവും. നമ്മൾ ഡെയിലി ചായയൊക്കെ ഒഴിച്ച് ഇതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ടാവില്ലേ, ആ ഒരു കളറൊക്കെ മാറി അതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ മാറി ഉച്ചിലും മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തേച്ചെടുക്കുക. നല്ല പോലെ തന്നെ കളറിൽ കിട്ടും. എല്ലാ പാത്രത്തിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളോ കപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു യൂസാണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണമയം മാറാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും, ഇതൊക്കെ മാറി നല്ല ഷൈനിങ് ആയി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല പുത്തനാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ടോപ്പൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തിളക്കം വെക്കും. എന്നിട്ട് നമ്മൾ വെള്ളം ചേർത്ത് ഈ തുണിയിലൊന്ന് വെള്ളമാക്കിയാണ്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല പോലെ തന്നെ ഗ്യാസൊക്കെ നല്ല പോലെ തന്നെ പുത്തനാവും കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഗ്യാസ് ബർണർ പെട്ടെന്ന് കരി പിടിക്കുന്ന ഒരു സാധനമാണ് അല്ലേ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരി പിടിക്കും. അപ്പോൾ ഈ ഒരു കരി പിടിച്ചത് മാറാൻ വേണ്ടിയിട്ടും നല്ല പോലെ തന്നെ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കുറച്ച് സമയം ഇതിട്ട് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ ഇട്ട് വെച്ചാൽ മതിയാവും കേട്ടോ. നല്ല പോലെ തന്നെ ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലായിടത്തും നമ്മളൊന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ വെച്ചാൽ മതി. കുറച്ച് സമയം നമ്മൾ മേലെ ഉള്ളത് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് താഴെ വെക്കാം. താഴെ ഉള്ളത് മേലെ വെച്ച് അങ്ങനെ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഇട്ട് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടോ, അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇത്രയും മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല പോലെ കറുത്തിട്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഷ് വാഷ് ലിക്വിഡൊന്നും വേറെ വേണ്ട. നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ചെടുക്കുക. എന്താ കണ്ടോ, എല്ലാ ഭാഗത്തും നമ്മൾ ഉൾവശത്തും അതുപോലെ തന്നെ പുറത്തൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുക. സെയിം നമ്മൾ മറ്റേ ഗ്യാസ് ബർണറിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇത് ഉരച്ചെടുത്തിട്ട് കഴുകുമ്പോൾ ഉള്ള മാറ്റം നമുക്ക് നല്ല പോലെ തന്നെ ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിട്ട് വെച്ചിട്ടുള്ള വെള്ളം വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂം ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ ആ ഹോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല പോലെ തന്നെ വൃത്തിയായിട്ടുണ്ട്. ആ ഒരു കരി പിടിച്ചതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം. താങ്ക്